ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ ലൈക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ മിക്സി ജാറിൽ പലതും അരയ്ക്കാറുണ്ടല്ലേ. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പൊടിച്ചെടുക്കാനോ ഒന്ന് അരച്ചെടുക്കാനുണ്ടെങ്കിൽ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അത് കളയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായ മിക്സി ജാറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. നമ്മളെ മിക്സി ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയായി കിട്ടുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അരയ്ക്കാനോ പൊടിക്കാനോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ ഈ വെള്ളം വെറുതെ കളയുന്നില്ല, സിങ്കിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ രാത്രി ഈ ഹോളിലൂടെ വരുന്ന പാച്ച പല്ലികളെയൊക്കെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ പാത്രം നിങ്ങൾ കണ്ടില്ല, അത്യാവശ്യം വലിയൊരു പാത്രമാണ്. ചെറിയൊരു ഹോളുണ്ട് ഇതിൻ്റെ അടിയിൽ. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് വെക്കുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് നനവുണ്ട്. ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ പ്രിയപ്പെട്ട പാത്രങ്ങളൊക്കെ ഉണ്ടാകും. ചെറിയൊരു ഹോൾ വന്നതിൻ്റെ പേരിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. എന്നാൽ വളരെ എളുപ്പത്തിൽ യാതൊരു പ്രയാസവും കൂടാതെ നമുക്ക് ഒട്ടിച്ച് പഴയതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ആ പാത്രം വെച്ച് കൊടുത്ത സ്ഥലത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയതായിട്ടേ ലീക്കുള്ളൂ. വലിയൊരു പാത്രമാണ്, നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പാത്രമാണ്. ഞാൻ ഇൻഡക്ഷനിൽ ചൂടുവെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ലൈവായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയ്യിലൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് നനവ് പറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഒട്ടിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അറാൾഡൈറ്റ് ആണ് കേട്ടോ. ഇതിൽ രണ്ട് തരം ട്യൂബ് ഉണ്ടാവും. ഇത് സ്റ്റീൽ പാത്രങ്ങൾ ഒട്ടിക്കാൻ മാത്രമല്ല കേട്ടോ, കേടുപാടുകൾ സംഭവിച്ച ഇരുമ്പ്, അലുമിനിയം പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, വാഹനങ്ങളുടെ ഭാഗങ്ങൾ എന്നിവ ഒട്ടിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല തടി കൊണ്ടുള്ള ഫർണിച്ചറുകൾ, കസേരകൾ, മേശകൾ എന്നിവ വിട്ടുപോയ ഭാഗങ്ങൾ ഉറപ്പിച്ചു നിർത്താനും നമുക്കിത് ഉപയോഗിക്കാം. കപ്പുകൾ, ഗ്ലാസ്, പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, മറ്റ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെറാമിക് വസ്തുക്കൾ എന്നിവ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഉപകരിക്കുന്നതാണ് കേട്ടോ. കോൺക്രീറ്റ്, കല്ലുകൾ, അതുപോലെ തന്നെ ടൈലുകൾ എന്നിവ ഉറപ്പിച്ച് നിർത്താനും വിള്ളലുകൾ അടയ്ക്കാനും ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇത് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 68 രൂപ മാത്രമേ ഉള്ളൂ. ഓൺലൈനായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റിലും ഒക്കെ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഏകദേശം 2 ട്യൂബുകളാണ് ഇത് ഉണ്ടാവുക. റെസിനും ഒന്ന് ഹാർഡനറാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ തുല്യ അളവിൽ എടുക്കുകയും വേണം. രണ്ടും ഒരു തുള്ളി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എത്ര വലിയ ഓട്ടയാണോ നമുക്ക് അടയ്ക്കാനുള്ളത് അതിൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. ഇത്രയും പോകുന്നൊരു ട്യൂബാണ് കേട്ടോ ഇതിലുണ്ടാവുക. രണ്ടും ഒരേ അളവിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടില്ല, ഒരു വൈറ്റ് കളർ ട്യൂബും ഒരു ബ്ലൂ കളർ ട്യൂബും. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് രണ്ടും ഒരേ അളവിലൊന്ന് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ലൈവായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ. നമുക്കപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ക്യാപ്പ് ഭാഗത്ത് ഒരു ചെറിയൊരു നീഡിൽ പോലെ ഉണ്ടാവും. അത് തിരിച്ച് പിടിച്ചിട്ട് നമുക്കത് ഹോളാക്കി കൊടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റെസിനും ഹാർഡനറും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പാത്രത്തിൽ അത് ഒട്ടിപ്പിടിക്കുമോ എന്നൊക്കെ. ഒന്നൊന്നുമില്ല. നമ്മൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ പാത്രം വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. ഒരു തുള്ളി പോലും പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഏകദേശം ഒരു 24 മണിക്കൂർ നമ്മൾ വെക്കുമ്പോഴേ ഇത് നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഇനി നന്നായിട്ട് നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റീൽ പാത്രങ്ങളായാലും എന്ത് തന്നെയായാലും പൊട്ടിയാലും ഒട്ടിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ പശ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഓട്ടയുള്ള ഭാഗത്ത് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉൾഭാഗത്ത് തേച്ച് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എടുക്കാനുള്ള പാത്രങ്ങളാണ്. ചെറിയ അളവിൽ കെമിക്കൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ വയറിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ പുറത്ത് ഭാഗത്തായിട്ടാണ് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നത്. ഞാനിപ്പോൾ ഇത് കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യുന്ന പാത്രമല്ല കേട്ടോ, ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുപോലെ നമുക്ക് വെച്ചിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് നമുക്കിത് ഒട്ടിക്കിട്ടും കേട്ടോ.
പിറ്റേ ദിവസമുള്ള ഒരു വ്യൂ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ, ഒരു തുള്ളി പോലും വെള്ളം ലീക്ക് ആവുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാല നര, മുടി കൊഴിച്ചിൽ, താരൻ എന്നിവ. യാതൊരു കെമിക്കൽസും ഇല്ലാതെ കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏകദേശം 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും വേമ്പാലം പട്ടയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. വേമ്പാലം പട്ട അഥവാ ഇംഗ്ലീഷിൽ ഇതിന് ആൽക്കനൈറ്റ് റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ തലയോട്ടിയിലെ അണുബാധകളെ ചെറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. മുടി വേരുകളെ ബലപ്പെടുത്തി മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് നമ്മൾ സ്ഥിരമായിട്ട് തലയിൽ തേക്കുന്നതിലൂടെ കറുപ്പ് നിറം മുടിക്ക് നൽകാനും അകാല നിര തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു. തലയോട്ടിയിലെ ചൊറിച്ചിൽ, താരൻ മാറ്റി സ്കാൽപ്പ് ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണം അടങ്ങിയിട്ടുള്ള വെമ്പാലം പട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വാഴയുടെ തണ്ടാണ് കേട്ടോ. വാഴയുടെ തണ്ടിലും കായലൊക്കെ ഒരു തരം കറ ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ഡ്രസ്സിലായാലും നമ്മുടെ കയ്യിലായാലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടിയിലും ഇത് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മളിട്ട് തിളപ്പിച്ച് നമ്മുടെ തലയിൽ തേക്കുന്നതിൽ മുടി സ്വാഭാവികമായിട്ട് കറുപ്പ് നിറം ആകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത് വരെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചും കൂടെ മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഇരുമ്പച്ചട്ടിയിലുള്ള ഫെറിക് ഓക്സൈഡും കൂടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സായി വരും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നീലയമരിയാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഷാമ്പോ സോപ്പോ ഉപയോഗിക്കാതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുഞ്ഞു മക്കൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവരുത്. യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്മെരി ലീവ്സ് ആണ്. ഡ്രൈഡ് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓൺലൈനും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ചെറിയ വില കൊടുത്താൽ മാത്രം മതിയാവും. പച്ച ഇലയായിട്ട് പൊടിയായിട്ടും ഒക്കെ നമുക്കിത് കിട്ടുന്നതായിരിക്കും. മുടി കൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയ്ക്കും റോസ്മെരി ഇലകൾ വളരെ നല്ലതാണ്. ഇവയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിയുടെ വേരുകൾക്ക് ബലം നൽകുകയും ചെയ്യുന്നു. അതിൽ സഹായകമാകുന്നത് ഇതിലുള്ള കാർണോസിക് ആസിഡാണ് കേട്ടോ. പണ്ട് കാലം മുതൽ തന്നെ നമ്മൾ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് പലരും ഇപ്പോൾ ഹെയർ സിറമായിട്ടും ഹെയർ ടോണറായിട്ടൊക്കെ യൂസ് ചെയ്ത് വരുന്നത് മുട്ടത്തലയിൽ വരെ മുടി കിളിർക്കും എന്നൊരു അത്ഭുത ഒരു മരുന്ന് കൂട്ട് ഇതിലുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ തലേ ദിവസം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് തലയിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ തലേ ദിവസം ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. തലേ ദിവസം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭമായിരിക്കും, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും. ജോലിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതിയാവും കേട്ടോ. നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ കുരുമുളകോ അല്ലെങ്കിൽ ഒരു ഗ്രാമ്പൂവിൻ്റെ പീസോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കൊടുക്കാൻ മറന്നിട്ടുള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. ഉലുവയും നമ്മളെ മുടിക്ക് നന്നായിട്ട് വളരാനും നല്ല ബലം നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റോസ്മെരി ഇലയാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ആ എസൻസ് ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ നിങ്ങൾ ചേഞ്ച് ആയി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. ഇനി നമുക്കിത് അടച്ചൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ ആ എസൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി അതിൻ്റെ ആ ന്യൂട്രീഷ്യസ് ഒക്കെ വെള്ളത്തിലേക്ക് ചേരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഹെയർ സിറം അതുപോലെ തന്നെ ഹെയർ ടോണർ എല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. വലിയ വില കൊടുത്ത് അതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വില കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ
നമുക്കൊരു ധൈര്യമാണ് കേട്ടോ, നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അന്നേരം ചൂടാറിയതിന് ശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. മുടി അകാലനരയുള്ളവർ, അതുപോലെ തന്നെ മുടി വളരാത്തവർ, മുടി പൊട്ടിപ്പോകുന്നവരൊക്കെ, മൊട്ടത്തലയുള്ളവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലൈവായിട്ടുള്ള വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതുപോലുള്ളൊരു സ്പ്രേ ബോട്ടിലേക്കാണ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയരുത്. ഡെയിലി നിങ്ങളത് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അകാലനര, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, മുടി താരൻ, മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഒക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെറിയ മക്കൾക്കൊക്കെ ചില സ്ഥലത്ത് തലയിൽ ചൊട്ട പോലെ ഉണ്ടാവുമല്ലേ, അവിടെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.